ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ കാരണങ്ങൾ, പിന്നെ നമുക്ക് ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുക, അതിന് സൗണ്ട് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. നമുക്ക് നല്ല മനസ്സും അതേപോലെ തന്നെ നല്ല മൂഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നല്ല തിരക്കിലായിരുന്നു. നമ്മുടെ നഴ്സറിയുടെ വർക്ക് നടക്കുന്നുണ്ട്, അതല്ലാത്ത വേറെ കുറേ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇത്തിരി മടി പിടിച്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉഷാറാവണമെന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ വീഡിയോ എൻ്റെ കണ്ടന്റ് അന്വേഷിച്ച് നമ്മൾ നടക്കുന്നത്. അപ്പോഴാണ് അതായത് നമ്മുടെ ഫാർമറി പിങ്ക് ഇവിടെ 4-5 കൊല പൂക്കളൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ആ വിരിഞ്ഞ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതും വേണമല്ലോ പറയാൻ. അപ്പോൾ ഇതിനേക്കാളും സുന്ദരിയാണ്. ഈ കാണുന്ന പോലെയല്ല, ഫ്ലവറിനൊക്കെ ഒരു വാട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾ അതിസുന്ദരിയായ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് തന്നെയാണ്. നല്ല എക്സോട്ടിക് വെറൈറ്റി ഓർക്കിഡുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക്, അതായത് റയർ ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ കളക്ഷനിൽ വെക്കേണ്ട വെറൈറ്റി തന്നെയാണ് ഫാർമറി യെല്ലോ, ഫാർമറി പിങ്ക്. അപ്പോൾ ഈ 2 കളറാണ് നമ്മുടെ കളക്ഷനിലുള്ളത്. അപ്പോൾ ഡെൻഡ്രോബിയം ഫാർമറിക്ക് ഫാർമേഴ്സ് ഡെൻഡ്രോബിയം എന്നും കൂടെ, അതായത് കൃഷിക്കാരുടെ ഡെൻഡ്രോബിയം ആണെന്നും കൂടെ പേരുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഫാർമറി എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ഓർക്കിഡാണ്, ഒരു മിനിയേച്ചർ ഡെൻഡ്രോബിയാണ്. അധികം വലിയ സൈസൊന്നും പോവാത്തൊരു വെറൈറ്റിയാണ്. ഇതാണ് ഫാർമറി യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി. ഒരു ലൈറ്റ് യെല്ലോൻ്റെ ഉള്ളിൽ കുറച്ച് ഡാർക്ക് യെല്ലോ ലിപ്പ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. അത് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഫ്ലവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ആ ഒരു യെല്ലോ വെറൈറ്റി എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പേൾ പിങ്ക്, യെല്ലോ, അതുപോലെ തന്നെ വൈറ്റ്, ഈ 3 കളറിലാണ് ഫാർമറി ഓർക്കിഡ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കളക്ഷനിലുള്ള ഒരു ഫാർമറി പിങ്കിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് മുന്നേ ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് ചകിരിയിൽ മാത്രം, കോക്കോ ചിപ്സിൽ മാത്രം പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ കോക്കോ ചിപ്സൊക്കെ കാലപ്പഴക്കം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ദ്രവിച്ച്, അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ അതിൻ്റെ ഒരു ബൾബൊക്കെ യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ പ്ലാന്റിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഒരു നല്ല രീതിയിൽ എയർ ഹോളൊക്കെയുള്ള നമ്മളൊരു ക്ലാപ്പോട്ടാണത്. അപ്പോൾ ഓർക്കിഡുകൾക്ക് എപ്പോഴും ക്ലാപ്പോട്ടിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫാർമറി ഓർക്കിഡ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് കരി മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം വലിയ കരിയുടെ പീസാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കരിയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിതിൻ്റെ ഏറ്റവും അടിയിലെ എയർ ഹോളിലോട്ട് അത്യാവശ്യം വലിയൊരു കരി വെച്ച് കൊടുക്കുകയാണ്. ആ ഹോള് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലും ചട്ടിയിലും വേണം നമ്മൾ പ്ലാന്റ് നടാനായിട്ട്. കാരണം നമ്മുടെ ഫാർമറി എന്ന് പറയുന്നത് ഒരു സീസണൽ ഫ്ലവറിങ് ഡെൻഡ്രോബിയാണ്. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇവർ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം മാത്രമാണ് ഇവർ ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ എന്ന് കരുതി ആരും വിഷമമൊന്നും കരുതണ്ട. അത്രയും ഭംഗിയായിട്ട് തന്നെ ആ ഒരു മാസങ്ങളിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോട്ടിൽ നിന്ന് നമ്മുടെ പ്ലാന്റിനെ നമ്മൾ ജസ്റ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ഇളക്കൊന്നും വേണ്ട, ആൾ ഓൾറെഡി ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ചകിരിയൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല പോലെ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ കണ്ടാവും അപ്പുറത്തൊരു പീസ് കിടക്കുന്നുണ്ട്, അതിൻ്റെ റൂട്ടൊക്കെ അഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വെള്ളം നിൽക്കുന്നതുകൊണ്ട് നനവ് ആവശ്യമാണെങ്കിൽ കൂടെ കെട്ടി നിൽക്കുന്നത് ഒരിക്കലും നമ്മുടെ പ്ലാന്റിന് നല്ലതല്ല. അപ്പോൾ ചകിരി മാത്രമാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ബൾബൊക്കെ കേടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊള്ളയായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നമ്മുടെ സാധാ ഡെൻഡ്രോബിയം പോലെയല്ല. നമ്മുടെ ഫാർമറിയുടെ തണ്ടുകളെന്ന് പറയുന്നത് കുറച്ച് ഹാർഡും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പാണ് അവരുടെ തണ്ടുകൾ വരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4 സൈഡാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് വരുന്നത്. റൂട്ട് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഭാഗത്ത് നേരത്തെ ഒരു ഭാഗവും, അത് കഴിഞ്ഞ് ആ നടുഭാഗത്തോട്ട് ഇത്തിരി വണ്ണം വെച്ച് വീണ്ടും ലീഫുകൾ, ആ ഒരു നേച്ചറാണ് നമ്മുടെ ഫാർമറി ഓർക്കിഡിന് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഫ്ലവറിങ്ങിനും അതുപോലെ തന്നെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് അതിലുള്ള ഒരു എഗ്ഗ് പോലെയുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെയാണ് നമ്മുടെ റൂട്ട് അഴുകി പോയിട്ടുള്ളത്. അപ്പോൾ ഈ യെല്ലോ കളറായിട്ടുള്ള ആ ഒരു സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് റീപോർട്ട് ചെയ്ത് വെക്കാം. പ്ലാന്റ് അനങ്ങാതിരുന്ന് നല്ല രീതിയിൽ നമ്മൾ വാട്ടറിങ്ങും അതുപോലെ തന്നെ കെയറിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ റൂട്ട് വന്ന് നമ്മുടെ ആ ഒരു ഭാഗം ഉഷാറായിക്കോളും. അപ്പോൾ ഈ ചകിരിയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചകിരി മാറ്റി നമ്മളുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് സാഫിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത്, സാഫൊക്കെ ഒന്ന് കലക്കി അതിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ തൽക്കാലം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ
നമ്മൾ മന്ത്ലി വൺസ് നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും സാഫ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും അത്ര കാര്യമായിട്ട് ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം റൂട്ടൊക്കെ വാഷ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ മൺചട്ടിയുടെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു സൈഡിലോട്ടാണ് അതിന് ഗ്രോത്ത് വരുന്നത്. അതായത് പുതിയ ഷൂട്ടുകൾ വരുന്നത് ഏത് ഭാഗത്താണോ ആ ഭാഗം നമ്മൾ ചട്ടിയുടെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത ഭാഗം ചട്ടിയുടെ അടുത്തോട്ട് വെക്കുകയാണെങ്കിൽ മറ്റേ സൈഡിലോട്ട് പ്ലാന്റ് വളർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബുഷ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് പ്ലാന്റ് വെച്ചിട്ട് അതിന് ചുറ്റും കരിയിടുന്നത് കാണിക്കാതെ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ പ്ലാന്റ് ചെടിച്ചട്ടിയോട് അടുത്ത് വെച്ച് ചുറ്റും കരിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഏത് സൈഡിലോട്ടാണോ പ്ലാന്റിന് ഗ്രോത്ത് ആ സൈഡിൽ കൂടുതൽ കരിയും, ഗ്രോത്ത് കുറഞ്ഞ സൈഡ് നമ്മൾ ചട്ടിയോട് ചേർത്തും വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് നട്ടിട്ടുള്ളത് കേട്ടോ. ഫാർമറി ഓർക്കിഡിൻ്റെ കെയറിങ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ സീസണിൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഫാർമറി ഓർക്കിഡുകൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. ബാക്കിയുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ നന കൊടുക്കുക. അതേപോലെ തന്നെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസേഴ്സും നമുക്ക് കൊടുക്കാം. ഫ്ലവറിങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ നമ്മൾ 2 നേരം നനയ്ക്കുന്നത് നമുക്ക് 1 നേരം ആക്കിയിട്ട്, അതായത് നന നമ്മൾ മുൻപ് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ പ്ലാന്റിനെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ആക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്